മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ARK. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇന്റഗ്രേഷനിലെ കീം 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്റഗ്രേഷനിൽ നിന്ന് വരുന്ന എനിക്ക് ഉറപ്പുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വരും എന്നല്ല ടീച്ചർ പറയുന്നത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആ ഭാഗത്തു നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കണം. എന്റെ പാർട്ട് 1 പാർട്ട് 2 കീം 2024 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ പാർട്ട് 1ലും പാർട്ട് 2ലും ഇതിന്റെ ഒത്തിരി മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കാം നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിനായിട്ട്. അപ്പൊ എന്തായാലും മിനിമം പഠിച്ചിരിക്കണം എന്ന് ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ഇന്റഗ്രൽ cos of tan x divided by cos square x into dx. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഒരു tan x ഉണ്ട് അല്ലെ, അവിടെ ഒരു tan x ഉണ്ട്, by 1 by cos square x ഉണ്ട്. അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും അടുത്തടുത്ത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെന്ന് അറിയാം അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം എന്നറിയാം. അപ്പൊ 1 by cos square x എന്നാൽ എന്താണ്? c square x ആണ് അല്ലെ, അത് tan x ന്റെ ഡെറിവേറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? tan x നാണ് അല്ലെ. നമുക്ക് കൊടുത്തു നോക്കാം. t equal to tan x. tan x കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ്? tan x ന്റെ ഡെറിവേറ്റീവ് dt equal to sec square x dx. അപ്പൊ ഇന്റഗ്രലിൽ വരുന്ന മാറ്റങ്ങൾ ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ cos ഓഫ് tan x എന്നുള്ളത് cos t, 1 by cos square x into dx എന്നുള്ളത് dt ആയിപ്പോ. അതായത് cos square x 1 by cos square x c square x ആണ്. അപ്പൊ dt ഇന്റഗ്രൽ ഈ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് അറിയാവുന്നതാണ്. കോസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ടി അല്ലെ. അപ്പൊ അത് കൊടുക്കാം, സൈൻ ടി പ്ലസ് സി. ഇനി മാറ്റം, ഇതിന്റെ ആൻസറിലേക്ക് ടി നേരെ മാറ്റിയിരുന്നു അല്ലെ. ടി എന്താണ്? ടി എന്താണ്? ടാൻ എക്സ് ആണ്. അപ്പൊ സൈൻ ഓഫ് ടാൻ എക്സ് പ്ലസ് സി. അപ്പോ ഇതാണ്, ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്തു നോക്കുക. ഇതൊരു വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും അടുത്തടുത്ത് കാണാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സി സ്ക്വയർ എക്സ് കാണാൻ പറ്റുന്നില്ല, 1 by cos square x ആയിട്ടാണ് കിടക്കുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക എക്സാമിന്, ഉറപ്പായിട്ടും വരുന്നത്. നേരിട്ട് പെട്ടെന്ന് കാണുന്ന ടൈപ്പ് ആയിരിക്കൂല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന, ചിലപ്പോ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടതായിരിക്കും, ചിലപ്പോ ഇങ്ങനെ 1 by cos square x എന്ന് കിടക്കുന്നു അല്ലെ, അപ്പൊ ഡിനോമിനേറ്ററിലായിട്ട് തരുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യുന്നതാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും നിൽക്കണ്ട, അതിന്റെ ആൻസർ എന്താണെന്ന് പറയാൻ പറ്റും. 5/4 ആയിരിക്കും. എങ്ങനെ കിട്ടി? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഇതിന്റെ അകത്തുള്ളത് നമുക്ക് ഇന്റഗ്രേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 1 ആക്കി കളയാൻ വേണ്ടി പറ്റും ഈ അകത്തുള്ള ഫംഗ്ഷനെ. അത് കഴിഞ്ഞ വർഷം വന്നത് 2, ഇപ്പൊ sin x raised to 2024 ആ ടൈപ്പിലായിരുന്നു. ഇപ്പൊ സൈനിന്റെയോ കോസിന്റെയോ ഒക്കെ പവറിൽ എന്ത് വലിയ നമ്പറും വന്നോട്ടെ, 3/2 1/2 എന്ത് വേണേലും വന്നോട്ടെ, നമുക്കത് 1 ആക്കി കളയാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പൊ നമുക്കത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നേരിട്ട് എങ്ങനെയാ അത് ചെയ്യണേന്ന് നോക്കാം. അപ്പോ ലെറ്റ് ഇറ്റ് ബി ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഗിവൺ ക്വസ്റ്റ്യനെ ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രോപ്പർട്ടി ഇത് ഐ ആണെങ്കിൽ ഐ ഈക്വൽ ടു 0 to π/2 2 raised to sin x by 2 raised to sin x plus 2 raised to cos x. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാ? 0 to a to b, ഇന്റഗ്രൽ a to b fx dx equal to ഇന്റഗ്രൽ a to b f of a plus b minus x dx ആണ്. ഈ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദെൻ അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to π/2 2 raised to sin π/2 minus x നിങ്ങൾക്കറിയാം അല്ലെ, cos x അല്ലേ, അതോടെ അപ്ലൈ ചെയ്യാം. cos x ഡിവൈഡഡ് ബൈ 2 raised to sin x, അത് cos x ആവും അല്ലെ. cos x plus 2 raised to cos x എന്താവും? sin x ആകും. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ let it be equation number 2, then adding 1 and 2 we get I plus I is 2i, then integral 0 to π/2
അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 sin x പ്ലസ് 2 cos x. ഡിനോമിനേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്ററിലുള്ളത് തന്നെയാണ് ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ 1 ആയി പോകും അല്ലെ? 1 dx. 1 ന്റെ ഇന്റഗ്രൽ എന്താ? x between the limits 0 and pi/2. Therefore the value is pi/2. 2i pi/2 ആണെങ്കിൽ i എന്തായിരിക്കും? i equal to pi/4. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്തും ആയിക്കോട്ടെ, എക്സ് സൈൻ എക്സിന്റെയോ കോസ് എക്സിന്റെയോ ഒക്കെ പവറിൽ ഏത് വലിയ വാല്യൂ വന്നോട്ടെ, ഏത് ചെറിയ വാല്യൂ വന്നോട്ടെ, നമുക്ക് ഇതിനെ 1 ആക്കി കളയാൻ പറ്റും, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും പഠിച്ചോളൂ. നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിച്ചോളൂ. 8 മാർക്ക് ഈ 2 ക്വസ്റ്റ്യനും ഈ 2 ടൈപ്പിൽ നിന്നും എന്തായാലും 8 മാർക്കെങ്കിലും മിനിമം കിട്ടും. ഓക്കെ.